ശ്രീമതി റാണി ചരൺ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രതിനിധിയാണല്ലോ. ഈ ഐ സികളിൽ എല്ലാ സിനിമാ മേഖല എല്ലാ സെറ്റുകളും നിർബന്ധമാക്കിക്കൊണ്ടുള്ള തീരുമാനം അത് യഥാർത്ഥത്തിൽ ഐ സി എല്ലായിടത്തും വേണം, എല്ലാ സ്ഥാപനങ്ങളും വേണമെന്നുള്ള നിയമമുണ്ട്. പക്ഷേ സിനിമാ മേഖലയിലേക്ക് അത് അല്പം വൈകിയാണ് വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് അതിലൊരു ശ്രദ്ധ വന്നത്. ഇപ്പോൾ ഐ സികളുണ്ട്. ഈ സംഭവം നടക്കുന്ന 4 മാസം മുൻപാണല്ലോ. അപ്പോൾ ഐ സിയിൽ അവർ പരാതി നൽകിയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിന്മേലൊരു ആലോചനയും വെളുപ്പിക്കലും ചോദിക്കലും ഒക്കെ ഉണ്ടാകുന്നത്? അതായത് ആദ്യമേ സ്മൃതി ഞാനത് ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഐ സിയിൽ അവർ വാക്കാലാണ് അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അതായത് റിട്ടേൺ കംപ്ലയിൻറ്റ് അവരുടെ ഐ സിക്ക് പോയിട്ടില്ല. കാരണം ഇത് ആ സിനിമ ടീം മൊത്തവും ഇദ്ദേഹം ഈ പറയുന്ന പ്രസ്തുത നടനോടുള്ളൊരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ടീം ആ സിനിമ നന്നാവണം എന്ന ചിന്തയിലേക്ക് മാത്രം നിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പക്ഷം. അതോ ഇനി ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം, ഇനി നാളെ മേലാൽ ഇത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയൊക്കെ വേണ്ടി വരും എന്നത് ആ ഐ സിക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വിൻസി അന്ന് എന്നോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കംപ്ലയിൻറ്റ് തന്ന ദിവസം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഐ സിക്കുള്ള കംപ്ലയിൻറ്റും ഫോർവേഡ് ചെയ്തു എന്നാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഇപ്പോഴാണ് അവർക്ക് പോലും അതിൻ്റെ ഒരു ഗൗരവം. ഇപ്പോൾ സ്മൃതി പറഞ്ഞ പോലെ തന്നെയാണ് സിനിമാ മേഖലയിൽ ഇത് എത്തിയത് വൈകിട്ടാണ് എന്നതുപോലെ തന്നെ നമ്മളിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം, ഇതിൻ്റെ ഗൗരവം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ സംഭവത്തോടെയൊക്കെ ആയിരിക്കാം ഇനി കുറച്ചുകൂടി ഇത് ഗൗരവത്തോടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്തയിലേക്ക് എല്ലാവരും ഒരേ മനസ്സോടെ വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഐ സി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഐ സി ആയ അംഗങ്ങൾക്ക് അറിയില്ല എന്നാണോ പറയുന്നത്? അത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഐ സി എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള കൃത്യമായ ചട്ടമുണ്ടല്ലോ. ചട്ടമുണ്ട്. നമ്മൾ ഓരോ സിനിമയുടെ രജിസ്ട്രേഷൻ്റെ സമയത്തും ഇവർക്ക് അതിൻ്റെ ഒരു അവബോധം കൊടുക്കാറുണ്ട്. ലൊക്കേഷൻസിൽ ഇത് കൊണ്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താറുണ്ട്. തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് സിനിമകൾ അത് കൃത്യമായിട്ടല്ലാതെ കുറച്ച് കെയർലെസ് ആയിട്ടും, അത് മനഃപൂർവ്വമല്ല, അവരുടെ അറിവ് കുറവാണ്ടാണ്. കാരണം പല സാധനങ്ങളും നമുക്കൊരു തോന്നലാണല്ലോ, ഇത് പേപ്പറിലുണ്ടായിരുന്നാൽ മതി, എൻ്റെ ലൊക്കേഷനിൽ പ്രശ്നം വരില്ല. നമ്മളെങ്ങനെയല്ലേ സ്മൃതി, എന്ത് കാര്യം വരുമ്പോഴും എനിക്കത് വരില്ല, അയാൾക്ക് വന്നു, പക്ഷെ നാളെ ഇത് എന്നെ ബാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. നമ്മളിലേക്ക് ഇത് വരുമ്പോൾ മാത്രമാണ് നമുക്കിത് ഗൗരവമായിട്ട് ചിന്തിക്കണം എന്ന് തോന്നുന്നത്. അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ അനുഭവങ്ങളും വലുതും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ പൊതുസമൂഹം കൂടി അറിഞ്ഞ് ഒരു പ്രശ്നം നിൽക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതികളിലൂടെ പോകാനുള്ള അവസരവും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകുമെന്ന് തന്നെയാണ് സജിയേട്ടനാണെങ്കിലും ഞങ്ങൾ സിനിമയിലും ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലും ബന്ധപ്പെട്ടവരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇപ്പോൾ ഇതിൽ വിൻസി അലോഷ്യസ് എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഞാനൊരു വ്യക്തിക്കെതിരെയല്ല, ഈ പ്രവണത മാറ്റുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടന് ഭാവിയിൽ ദോഷമാകുന്ന ഒരു കാര്യം ഉണ്ടാകരുത് എന്ന രീതിയിലാണ് അവർ പുറത്തേക്ക് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ രൂപത്തിൽ അയാൾ പെരുമാറാനും പാടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത്? അത് തീർച്ചയായിട്ടും സ്മൃതി, ഇത് ടു ഏർലി ആയിരിക്കും. എനിക്കിപ്പോൾ അതൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മീറ്റിങ്ങിൻ്റെ സമയത്താണ് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇത് ഡിസ്കസ് ചെയ്യാൻ തന്നെ പോകുന്നത്. അതായത് അറിയാലോ, മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ചേംബറിൻ്റെ അണ്ടറിലാണെങ്കിലും ഞങ്ങൾ എല്ലാ സംഘടനയിലുള്ള പ്രതിനിധികളും ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് വേണം ഏത് തരത്തിലാണ് ഇത്തരം ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്യാൻ. അത് വിൻസിക്ക് തീർച്ചയായിട്ടും അതിൽ നീതി കിട്ടേണ്ടതുണ്ട്. ഒരിക്കലും ഒരു തുറക്ക സമയത്ത് മാത്രമുള്ള ചർച്ചകളിൽ ഒതുങ്ങുന്ന, അല്ലെങ്കിൽ ഞങ്ങളത് ഇത് ചെയ്തു എന്ന് നമ്മൾ എടുത്തു പറയാനുള്ള ഒരു വെറും കാരണം, ഒരു പ്രഹസനമായിട്ട് ഇത് തീരരുത് എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തും. ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലും ഇത് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട്, കാരണം ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ശ്രീ ബി രാഗേഷ് ഒരു സമയത്ത് ആവശ്യപ്പെട്ടിട്ട് പോലും ഉണ്ടായിരുന്നു സെൻട്രൽ എക്സൈസിനോടൊക്കെ, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങളുടെ ലൊക്കേഷനുകളിൽ നിങ്ങൾ വന്ന് ഒരു പരിശോധന നടത്തൂ. കാരണം വിൻസിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ആ കുട്ടിക്ക് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ, ഒരു സ്ത്രീയോട് പറയാനും ചെയ്യാനും പാടില്ലാത്തത് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ട്രോള് പറയാനും അല്ലെങ്കിൽ തമാശ പറയാനും എളുപ്പമാണ്. ഒരു പെൺകുട്ടി അവനവനെ വെച്ചുകൊണ്ട് ഒരിക്കലും ഇത്തരം തമാശകൾക്ക് മുതിരില്ല എന്ന് ഒരു സ്ത്രീയായ എനിക്കും സ്മൃതിക്കും കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നത് ഒരു സ്ഥിരം രീതിയാക്കുകയും അതൊരു കുഴപ്പമല്ല എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു ഭൂരിപക്ഷം നമ്മുടെ ഇടയിലുണ്ട്. അതൊരു വിഷയമാണ്. ആ ഗൗരവത്തിൽ തന്നെയാണ് വിൻസി അതിനോട് പ്രതികരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിൻസി അതിൻ്റെ ഗൗരവത്തിൽ തന്നെയാണ് അത് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.